മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സ്ഥലത്ത് ഡിവൈഎഫ്ഐ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് സമരം. ഫെബ്രുവരി 26-നാണ് ഭവന പദ്ധതിക്കായി കോൺഗ്രസ് തറക്കല്ലിട്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നായിരുന്നു തറക്കല്ലിടൽ. 6 മാസത്തിനുള്ളിൽ 100 വീടുകൾ പൂർത്തിയാക്കുമെന്നായിരുന്നു കോൺഗ്രസ് അവകാശവാദം. ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി. എന്നാൽ മാസങ്ങളായിട്ടും ഭവന നിർമ്മാണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. ദുരന്തബാധിതരോട് നീതി പാലിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. അപ്പോൾ ഇന്നലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു, എന്താണ്, ഞങ്ങൾ പിരിച്ച പണം നിങ്ങളോട് പറയണമെന്ന്. ഇവരൊരു ആപ്പ് ഉപയോഗിച്ച പണം പിരിച്ചത്. എത്ര രൂപയാ പിരിച്ചത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്. അവരുടെ ആപ്പ് എവിടെ പറയുന്നില്ല കോൺഗ്രസ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കളവാണ്, എന്റെയും അതായത് പ്രതിപക്ഷ നേതാവിന്റെയും അതായത് KPCC പ്രസിഡന്റിന്റെ സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട്. ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ അഫിഡവിറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റ് പുറത്തുവിട്ടു. അതിലെവിടെയും അങ്ങനെ ഒരു സംയുക്ത അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നേയില്ല. അപ്പൊ ആരാണ് ഈ പ്രതിപക്ഷ നേതാവ്? ഏറ്റവും വലിയ നുണയനാണ് എന്ന് തെളിയിച്ചില്ലേ? ഈ വയനാട്ടിൽ ഈ ദുരന്ത ബാധിതരെ മുൻനിർത്തി പണം പിരിച്ചു മുക്കിയ, ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽകെട്ടി സമരം നടത്താൻ പോവാണ്.